അപ്പോൾ വെൽക്കം ഗൈസ്, നമ്മുടെ എല്ലാവരും വെയിറ്റ് ചെയ്ത KSRTCൻ്റെ പുതിയ വോൾവോ ബസ്സാണ് നമ്മൾ പുറകിൽ കാണുന്നത്. അപ്പോൾ നമ്മുടെ വോൾവോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വരുന്നതെന്ന് വെച്ചാൽ 15 മീറ്ററാണ്. സീറ്റിംഗ് കപ്പാസിറ്റി 51+2 ആണ്. ഫ്രണ്ടിലൊരു 2 ആണ്. അപ്പോൾ ടൈപ്പ് 3 ACX ആണ് ഇത്, ടൈപ്പ് ബസ്സിൽ ടൈപ്പ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്യൂവൽ ടാങ്ക്. പിന്നെ ബാക്കി വരുന്ന എല്ലാം സ്റ്റോറേജാണ്. സൈഡ് വരുന്നതെന്ന് വെച്ചാൽ വണ്ടി കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വലിയ രീതിയിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ KSRTCൻ്റെ ഒരു വലിയ ഫോണ്ടിൽ, അതേപോലെ നമ്മുടെ ഈ വെള്ളം ഉണ്ടല്ലോ, ചുണ്ടൻ വെള്ളം, അതിൻ്റെ ഒരു പിക്ചർ. ഇപ്പോൾ ഇതിൻ്റെ ബാക്ക് വ്യൂ ആണിത്. നമ്മുടെ നെറ്റിപ്പട്ടം, അതായത് ചെണ്ട, ഒരു കേരളമാണെന്ന് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈനൊക്കെ വരുന്നത്. അതേപോലെ ഒരു ബസ് 6 പേരാണ് കൈകാര്യം ചെയ്തതെന്ന് പറഞ്ഞത്. അപ്പോൾ അത് കുറച്ചുകൂടെ കെയറിങ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്, ബസ്സിൻ്റെ കാര്യങ്ങളൊന്നും കുറച്ചുകൂടെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ്. ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ലെഫ്റ്റിൽ നമുക്ക് ചെറിയ സ്ക്രീൻ കാണാം. അതപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ക്യാമറ, ഓൾ ക്യാമറ വ്യൂസ് അതിലാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളു, ഒന്നും പറയാനില്ല, പക്കാ പ്രീമിയം. അപ്പോൾ ആ സീറ്റിൽ KSRTCൻ്റെ ലോഗോ ഉണ്ട്. നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റാണ്. സൈഡ് സപ്പോർട്ട് ഒക്കെ ഉണ്ട്. ഒരു ഫ്രഷിൻ്റെ ഒരു സ്മെല്ല് ഇതുവരെ പോയിട്ടില്ല കേട്ടോ, ഇതുവരെ ഓടിയിട്ടില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ എമർജൻസി എക്സിറ്റ് ഡോർ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു സ്റ്റെപ്പാണെന്ന് തോന്നുന്നത്. പിന്നെ എല്ലാ സീറ്റിലും ഒരു ചാർജിങ് പോർട്ട് ഉണ്ട് കേട്ടോ. C ടൈപ്പ് ഉണ്ട്, USB ഉണ്ട്. അതേപോലെ പിന്നെ AC വെൻ്റ്, ലൈറ്റ്, സ്വിച്ചുകൾ, സ്പീക്കേഴ്സ് എല്ലാം ഉണ്ട് ഇവിടെ. ഒരു ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. പിന്നെ കാല് നല്ല സുഖമായിട്ട് വെക്കാൻ പറ്റും. ഇതിനൊക്കെ റേറ്റ് ഓവറാവില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. ബാക്കി വന്നിട്ട് നോക്കാം. ഇതാണ് TV കേട്ടോ. എല്ലാത്തിനും വൈഫൈ ഉണ്ട്. പിന്നെ ഇനി എല്ലാത്തിനും ക്യാമറ, മെയിനായിട്ട് ക്യാമറ എല്ലാം ഉണ്ട്. ഇതാണ് സ്വിച്ചസൊക്കെ വരുന്നത്. ഈ മോണിറ്ററാണ് ക്യാമറേൻ്റെ മോണിറ്റർ.